ഈ ഉണ്ണിബാലകൃഷ്ണൻ 2 കാര്യങ്ങളിലാണ് അസൂയ. ഒന്ന് ഈ പാട്ടുകാര് വേദിയിൽ വന്നാൽ പാട്ട് വേദി കീഴടക്കും എന്നുള്ളൊരു അസൂയ. പാട്ടുകാർ എവിടെ വന്നാലും അല്ലേ? അങ്ങനെയല്ലേ? കാരണം അത് ഈ മിമിക്രി കലാകാരന്മാർക്ക് പോലും ഇല്ലാത്ത ഇല്ല മറ്റേത് ഇല്ല ഒരു കലാകാരന്മാർക്കും കലാകാരനും ഇല്ല. നൊടിയിട കൊണ്ട് നിങ്ങൾക്ക് ആ വേദിയെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ബസ്സിലാവട്ടെ, അത് ഇത്ര യാത്രകളിലാവട്ടെ. ശരിക്കും ചിലർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. നമ്മള് ഒരു വേദി നമുക്ക് സംസാരിക്കാൻ അധികം ഉണ്ടാവില്ലല്ലോ, അപ്പൊ 2 വരി പാട്ടൊക്കെ പാടിയിട്ട് രക്ഷപ്പെടും. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചില ആക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് എന്ത് സുഖാണെന്ന് പറയും. അതെ അതെ പാട്ട് അങ്ങനെ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടേ, ചില പാട്ടുകൾ അങ്ങനെ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട്. പാട്ട് അല്ല, ചില പാട്ടുകളല്ല, പാട്ട് മനുഷ്യരോട്ട് വളരെ പെട്ടെന്ന് കണക്റ്റഡ് ആവുമല്ലോ. സംഗീതം വളരെ പെട്ടെന്ന് ഇപ്പൊ കണക്റ്റഡ്. അത് പക്ഷെ പ്രതിസന്ധിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാ? എന്തും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില പാട്ടുകൾ ചെയ്തിട്ടേ. നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരിക്കും ചെയ്യുമ്പോൾ, ഇത് നല്ല രീതിയിൽ ആൾക്കാരിൽ എത്തുമെന്ന് വിചാരിക്കുന്ന പാട്ടുകളൊന്നും അങ്ങോട്ട് അങ്ങോട്ട് എത്തുന്നേ ഇല്ലാത്ത അവസ്ഥ. ഞങ്ങള് സാധാരണ പാട്ടുകാരെ വിളിച്ചിട്ട് ബോറടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. 1-2 വാർത്ത ഞങ്ങൾ അതിനിടയ്ക്ക് ആയിക്കോട്ടെ. അത് സാധാരണ ഈ പാട്ടുമായിട്ടോ നമ്മൾ സംസാരിച്ചു വരുന്ന അന്തരീക്ഷമായിട്ടോ ഒരു ബന്ധമില്ലാത്ത വാർത്തകൾ. ബിജുപാൽ അങ്ങനെയല്ല കേട്ടോ. ബിജുപാൽ വളരെ വളരെ കൃത്യമായി രാഷ്ട്രീയം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്. മനോഹരമായ ആൽബം സോങ് ഉണ്ടല്ലോ, അല്ല ആൽബം സോങ് അല്ലേ, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഒരു ഗ്രൂപ്പായിട്ട് ആളെല്ലാം നിർത്തിയിട്ട് അത് ഏതായിരുന്നു ആ പാട്ട്? എനിക്ക് കയ്യൂർ. നമുക്കൊന്ന് ആ പാട്ടും കൂടി കേട്ടിട്ടു അല്ലേ? അതൊരു ഇപ്പോഴും അത് ഞാൻ അടുത്ത കാലത്ത് കണ്ണൂർ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഇത് കേട്ടു. അപ്പോഴാണ് അതിന് മ്യൂസിക് വിജയാണ് ചെയ്തതെന്ന് ഞാൻ കേൾക്കുന്നപ്പോൾ. കയ്യൂരുള്ളൊരു സമരസഖാവിന് വിയൂരെന്നൊരു ഭയമില്ല, വയലാറുള്ളൊരു വിപ്ലവമൊട്ടിനെ വയ്യാവേലികളറിയില്ല, പുന്നപ്രയിലെ നല്ല സഖാവിന് പൂപ്പലണിഞ്ഞൊരു മനസ്സില്ല, കിടമുള്ളൊരു നെഞ്ചകം ഏറാൻ മൂളിയ കഥയില്ല, ചെങ്കൊടി കയ്യിലെടുത്തവരെല്ലാം ചങ്കിന് ഒരു മറന്നുപോയി, തീയിൽ നിന്ന് കുരുത്തവനല്ലേ വെയിലേറ്റെന്നാൾ വാടില്ല. ഭയങ്കര രസകരമായിട്ടുള്ളൊരു പെർഫോമൻസ്. അത് എന്താ അതിനൊരു സാധ്യത എന്താ വെച്ചാൽ, ഞാൻ ലാലുവേട്ടന് ഇതേപോലെ പറഞ്ഞിട്ട് ചെയ്തൊരു പാട്ടാണ്. ഒരു ഫുൾ ആൽബം അന്ന് അച്യുതാനന്ദൻ സാറിൻ്റെ മകൻ അരുൺ അദ്ദേഹം പറഞ്ഞ് ഒരു മുൻകൈ എടുത്തിട്ട് ചെയ്തൊരു ആൽബമാണ്. അതിനകത്ത് 2 പാട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മോഹൻ സിത്താര, അർജുനൻ മാഷൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് ചെയ്തു കൊടുത്തു, അത് മറന്നു. അറബിക്കഥയുടെ സമയത്താണ്, 2007 അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മ്യൂസിക് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത്, ചേട്ടൻ്റെ സൗണ്ട് പോലെ ഉണ്ട്, ഇത് ചേട്ടനാണോ പാടിയതെന്നുണ്ട്. യൂട്യൂബിലൊരു വെറുതെ ഒരു ഓഡിയോ ലിങ്ക് കേൾപ്പിച്ചു തന്നു. അത് ഞാൻ ആ പാടിയതാണ്. അപ്പോൾ അവൻ കണ്ണൂർക്കാരനാണ്. കണ്ണൂർ എന്ന് വെച്ചാൽ ചില വേദികളിൽ, ഇത്തരം പാർട്ടി വേദികളിൽ ഇത് പാടാതെ അവർ സമ്മതിക്കില്ല ഗാനമേളക്കാരെ കൊണ്ട് എന്ന് അവൻ പറഞ്ഞു. പക്ഷെ ഇത് ആരാ പാടിയത്, ഈ യൂട്യൂബിൽ ഇത് ആരാ പാടിയതൊന്നുമില്ല, ആരെഴുതിയത് ഒന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ ഓർത്തപ്പോൾ നല്ലൊരു പാട്ടാണല്ലോ, അപ്പം നമ്മളുടെ അഡ്രസ്സ് ഇല്ലാതെ കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനത് വീണ്ടും അത് വീഡിയോ പോലെ ചെയ്തു അല്ലേ. പക്ഷെ നന്നായി, അത് ഇഫക്റ്റീവ് ആണ്. വളരെ ഇളക്കി മറിക്കുന്ന ഈ സ്പീഡുള്ള സോങ്ങുകളുടെ ഇടയിൽ ടച്ച് ചെയ്യുന്ന ഒരു വളരെ ശരത്തേട്ടൻ്റെ വരികളാണ്, ഒരു കൗതുകമുള്ള വാക്കുകളാ, പ്രാസമുള്ള വരികളാണ്. വിയൂര് അല്ലേ? അതെ അതെ. ശരത്ത് വയലാർ ശരത്ചന്ദ്രവർമ്മ. ഓക്കെ.